അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം അതിലെ സെക്കൻഡ് പാർട്ടിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ് നോക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. ഈ പാഠത്തിൽ അബ്ദുൽ വാരിസ്, അബ്ദുർ റഹീം തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സംഭാഷണം അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം തദ്രീബാത്ത് നോക്കാം. അബ്ദുൽ വാരിസ്, മത്ത യബുദ ഉദ്ദർസ്, അതിൻ്റെ അർത്ഥം എപ്പോഴാണ് പഠനം ആരംഭിക്കുക? അബ്ദുർ റഹീം, യബുദ ഉഫിസാബിഅത്തി വന്നിസ്ഫ്, അതിൻ്റെ അർത്ഥം 7:30 മണിക്ക് തുടങ്ങും. അബ്ദുൽ വാരിസ്, വ മത്താ തൻതഹി, എപ്പോഴാണ് അവസാനിക്കുക? അബ്ദുർ റഹീം, ഫിസ്സാമിനത്തി വന്നിസ്ഫ്, 8:30 മണിക്ക്. അബ്ദുൽ വാരിസ്, മത്തൽ ഇസ്തിറാഹ, എപ്പോഴാണ് വിശ്രമ സമയം? അബ്ദുർ റഹീം, അൽ ഇസ്തിറാഹ മിനത്താസിയത്തി വന്നിസ്ഫി ഇലൽ ആഷിറ, അതിൻ്റെ അർത്ഥം വിശ്രമ സമയം 9:30 മുതൽ 10 മണി വരെ. അബ്ദുൽ വാരിസ്, വ മത്താ നദ്ഹബു ഇലൽ മുഹ്തബർ, അബ്ദുൽ വാരിസ്, എപ്പോഴാണ് നമ്മൾ ലാബിലേക്ക് പോകുന്നത്? അബ്ദുർ റഹീം, നദ്ഹബു ഇലൽ മുഹ്തബരി ബഅദൽ ഇസ്തിറാഹ, വിശ്രമ സമയത്തിന് ശേഷം നമ്മൾ ലാബിലേക്ക് പോകും. സുമ്മ നർജിഉ ഇല സഫി, പിന്നീട് നമ്മൾ ക്ലാസ്സിലേക്ക് മടങ്ങും. മർറതൻ സാനിയത്തൻ ലിദ്ദിറാസ, രണ്ടാമതും പഠനത്തിനായി. വബഅദൽ ളുഹ്രി സനദ്ഹബു ഇലൽ മക്തബതി ലിൽ ഖിറാഅ, ളുഹ്റിന് ശേഷം വായിക്കുന്നതിനായി നമ്മൾ ലൈബ്രറിയിൽ പോകും. അബ്ദുൽ വാരിസ്, ഹൽ നദ്ഹബു ഇലൽ ബൈതി ബഅദ ദാലിക്, അതിൻ്റെ അർത്ഥം അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുമോ? അബ്ദുർ റഹീം, ലാ ലൻ നദ്ഹബ ഇലൽ ബൈത്ത്, ഇല്ല, നമ്മൾ വീട്ടിലേക്ക് പോകില്ല. വസൗഫ നദ്ഹബു ഇലൽ ബൈതി ബഅദൽ അസ്ർ, അസറിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ആ പാഠത്തിൽ പഠിച്ചൊരു സംഭാഷണവും അതിൻ്റെ അർത്ഥവും. കൂട്ടുകാർക്ക് അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്, അതിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നെക്റൗ വനഫ്വാം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ബദഅ യബദഉ, ആരംഭിച്ചു. മറത്ത്, പ്രാവശ്യം. മത്താ, എപ്പോൾ. ഇൻതഹ യൻതഹി, അവസാനിച്ചു. മക്തബ, ലൈബ്രറി. നിസ്ഫ്, പകുതി. ഇസ്തിറാഹ, വിശ്രമം. ബഅദ, ശേഷം. മുഖ്തബർ, ലാബ്. മറത്തൻ സാനിയ, രണ്ടാമതും. ബൈത്ത്, വീട്. ലൻ, അതിൻ്റെ അർത്ഥം ല, രണ്ടിൻ്റെ അർത്ഥം എന്താണ്? ഇല്ല. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കൂ. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം. നെക്റൗ വനക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമ്മൾ വായിച്ച് എഴുതാനുള്ളതാണ്. ഉദാഹരണത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വായിക്കാം. നദ്ഹബു, അതിൻ്റെ അർത്ഥം എന്താണ്? നാം പോകുന്നു. ഇപ്പുറത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സനദ്ഹബ്, സൗഫ നദ്ഹബ്, രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? നാം പോകും. അപ്പോൾ ഇവിടെ കൊടുത്തത് അതുപോലെ നമ്മൾ സ എന്ന് വരുമ്പോലെ നമ്മൾ ചേർത്ത് എഴുതാനുള്ളതാണ്. നോക്കൂ, നഅ്കുൽ, നാം തിന്നുന്നു. അപ്പം നമ്മൾ എന്തെഴുതുക? സനഅ്കുൽ അല്ലെങ്കിൽ സൗഫ നഅ്കുൽ, അതിൻ്റെ അർത്ഥം എന്താണ്? നാം തിന്നും. അടുത്തത് നർജിഉ, നാം മടങ്ങുന്നു. സനർജിഉ സൗഫ നർജിഉ, നാം മടങ്ങും. ഇനി അടുത്തത് നോക്കൂ. ബഅദ, അതിൻ്റെ ഓപ്പോസിറ്റ് ഖബ്ല. ബദഅ, അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻതഹ. ഇവിടെ നമുക്ക് ഖബ്ല കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കണം. ഖബ്ല ഓപ്പോസിറ്റ് എന്താണ്? ബഅദ. ഇൻതഹ ഓപ്പോസിറ്റ് ബദഅ. അപ്പോൾ ഈ 2 വാക്കുകളാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. നദ്ഹബു, അവിടെ നമുക്ക് എന്താ ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നത്? ലൻ നദ്ഹബ, അതിൻ്റെ അർത്ഥം എന്താണ്? നാം പോവുകയില്ല. അപ്പം അതുപോലെയാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എഴുതേണ്ടത്. നോക്കൂ, നഅ്കുലു, നമ്മൾ എന്തെഴുതണം? ലൻ നഅ്കുല, അതിൻ്റെ അർത്ഥം എന്താണ്? നാം തിന്നുകയില്ല. നർജിഉ, ലൻ നർജിയ, അതിൻ്റെ അർത്ഥം നാം മടങ്ങുകയില്ല. ഇനി അടുത്തത് നോക്കൂ. മത്താ നർജിഉ ഇലൽ ബൈത്ത്, ഇവിടെ നമുക്ക് അൽ മസ്ജിദ്, ആ വാക്ക് വരുന്നത് പോലെ നമ്മൾ ആ ചോദ്യത്തിന് തയ്യാറാക്കുക. മത്താ നർജിഉ ഇലൽ മസ്ജിദ്. അടുത്തത് മത്താ നദ്ഹബു, ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അൽ മദ്രസ, അസ്സൂക്ക്.
അപ്പോൾ ഈ 2 വാക്കുകൾ വരുന്നത് നമുക്കതിൽ ചേർക്കാം. മത്താ നദ്ഹബു ഇലൽ മദ്റസ, മത്താ നദ്ഹബു ഇലസ്സൂഖ്. കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കൂ. മർറത്തൻ സാനിയ, മർറത്തൻ സാലിസ, മർറത്തൻ റാബിയ. അതുപോലെ ബാക്കി എഴുതുക. മർറത്തൻ ഖാമിസ, മർറത്തൻ സാദിസ, മർറത്തൻ സാബിയ. അതുപോലെ അത് അവിടെ എഴുതി വെക്കുക. ഇനി അടുത്ത വർക്ക് നോക്കൂ. അസ്സാഅത്തു സാബിയ, അതിന്റെ അർത്ഥം 7 മണി. അസ്സാഅത്തു സാബിയത്തു വന്നിസ്ഫ്, അതിന്റെ അർത്ഥം 7:30, അതായത് 7:30 മണി. അതുപോലെ നോക്കൂ. അസ്സാബിയ 7 മണി. അപ്പൊ നമ്മൾ 8 മണിക്ക് എന്താ പറയാ? അസ്സാഅത്തു സാമിന അല്ലെങ്കിൽ സാമിന, രണ്ടും നമുക്ക് എഴുതാം. അടുത്തത് നോക്കൂ. 8:30. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? അസ്സാഅത്തു സാമിനത്തു വന്നിസ്ഫ്. അടുത്ത് നോക്കൂ. 9 മണി. 9 മണിക്ക് നമ്മൾ അവിടെ എന്താ എഴുതുക? അത്താസിയ അല്ലെങ്കിൽ അസ്സാഅത്തു താസിയ, അങ്ങനെ എഴുതാം. അടുത്ത് നമുക്ക് 5 മണി. അസ്സാഅത്തുൽ ഖാമിസ അല്ലെങ്കിൽ അൽ ഖാമിസ. ഇനി 6:30. അവിടെ നമ്മൾ എങ്ങനെ എഴുതുക? അസ്സാഅത്തു സാദിസത്തു വന്നിസ്ഫ്. ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. അടുത്തത് നോക്കൂ. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം. ഇത് ഹിവാരൻ ജറ ബൈന അബ്ദിൽ വാഹിദി വ അബ്ദിൽ ഹക്കീമി ബി തബ്ദീൽ. പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച സംഭാഷണം പോലെ ഒരു സംഭാഷണം ഇവിടെ തയ്യാറാക്കാനുള്ളതാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കണം. അപ്പൊ അത് നോക്കൂ. അബ്ദുൽ ഹമീദ്. മത്താ യബ്ദഉൽ മദ്റസ? സഫ്വാൻ. യബ്ദഉ ഫിസ്സാദിസതി വന്നിസ്ഫ്. അബ്ദുൽ ഹമീദ്. വമത്താ തൻതഹി? സഫ്വാൻ. ഫിത്താസിഅതി വന്നിസ്ഫ്. അബ്ദുൽ ഹമീദ്. മത്തൽ ഇസ്തിറാഹ? സഫ്വാൻ. അൽ ഇസ്തിറാഹ മിന താസിഅതി വന്നിസ്ഫി ഇലൽ ആശിറ. അബ്ദുൽ ഹമീദ്. ഹൽ നദ്ഹബു ഇല സൂഖ് ബഅദ ദാലിക്? സഫ്വാൻ. ലാ ലൻ നദ്ഹബ ഇല സൂഖ് വസൗഫ നദ്ഹബു ഇല സൂഖി ബഅദൽ അസ്ർ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.